ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വെൻ ദി സ്റ്റാർസ് ഗോസിപ്പ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ടിക്കറ്റ് എന്തായാലും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കുന്ന ഡൊണാലി ആണെങ്കിൽ സെങ്ജുനെ നന്നായി ചീത്ത പറയുന്നുണ്ട്. അതായത് എല്ലാ ടാക്സും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 90 എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചത് ഇപ്പോൾ അതുമില്ല. അല്ലെങ്കിൽ തന്നെ കങ്സുവിൻ്റെ ലോട്ടറി പോയതല്ലേ, നമ്മളല്ലേ കണ്ടുപിടിച്ച് കൊടുത്തേ, അപ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷെയർ കിട്ടും എന്നൊക്കെ പറയുന്നതും സെങ്ജുനോട് പോകാനാണ് പറയുന്നത്. അങ്ങനെ സെങ്ജുനും കൂടെ മിനാലിയും പോകുന്നുണ്ട് കേട്ടോ, ഇവൻ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക്. ഇതേ ടൈമിൽ കങ്സു ആണെങ്കിൽ ആ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ ചുരുട്ടി കൂട്ടുന്നതാണ് കാണിക്കുന്നത്. സെങ്ജുൻ ആണെങ്കിലും മിനാലിയോട് താൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ കാല് പിടിച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആളെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം, ഈ കാര്യങ്ങളൊക്കെ പുറത്താൾ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മിനാലി ആണെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ചേച്ചിയുടെ വായിലിരിക്കുന്നതിനേക്കാൾ നല്ലത് തൻ്റെ കൂടെ വരുന്നത് എന്ന് പറയുന്നതും അതെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാലേ തൻ്റെ ചേച്ചിക്ക് ഭയങ്കര ശക്തിയാണ്, എൻ്റെ തലയുടെ ബാക്കിൽ നന്നായി വേദനിച്ചു എന്നൊക്കെ പറയുമ്പോൾ എവിടെ നിന്ന് ചോദിച്ചു മിനാലിയാണെങ്കിൽ പെട്ടെന്ന് ഇവനെ ടച്ച് ചെയ്യുന്നതും രണ്ടുപേർക്കും ആകെ എന്തോ പോലെ ആകുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതും രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ച സീനായിരിക്കും. അതായത് ഗോവിനെ വാതിൽ തുറക്കാൻ പറയുന്നതും ഇവനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഗോവിനെ കാണുന്നത് ഈവിനെ ആയിരിക്കും. അത് മാത്രമല്ല ഇവളുടെ ഷൂസ് താഴ്ത്ത് കിടക്കുന്നുണ്ട്, ബാഗ് താഴ്ത്ത് കിടക്കുന്നുണ്ട്. ഈവാണെങ്കിലും എന്നാൽ ശരി നമുക്ക് നാളെ അവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഗോവിനെയാണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതും ഗോങ്യോങ് ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിനെ ഇവളെ കൂട്ടിയിട്ട് ഒരു ബാറിലേക്കാണ് പോകുന്നത്. ഈവാണെങ്കിൽ ഒരു അനുസരണയുള്ള കുട്ടിയുടെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോറി എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ഈവാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുന്നതും അപ്പോൾ ഗോവിനെയാണെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ കുടിക്കുമോ എന്ന് ചോദിക്കുന്നതും നമുക്കൊരു ബെറ്റ് വെച്ചാലോ എന്ന് ഗോവിനെ ചോദിക്കുന്നത് കേട്ട് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആൾക്ക് ഗോങ്യോങ്ങിനെ കിട്ടുമെന്നായിരിക്കുമല്ലെന്ന് ഇവ തിരിച്ച് ചോദിക്കുകയാണ്. എങ്ങനെ മനസ്സിലായി എന്ന് പറയുമ്പോൾ അതായത് സ്ഥിരം ലവേഴ്സ് ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ, എനിക്ക് താല്പര്യമില്ല നീ പറയുന്ന ടൈമിൽ ഗോവിനെയാണെങ്കിൽ ദേഷ്യത്തിൽ 1, 2 എന്ന് പറഞ്ഞങ്ങ് എടുത്ത് കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവളെ ചീത്ത പറയുമ്പോൾ ഇത് എന്നെയല്ല ഗോങ്യോങ്ങിനോട് പറഞ്ഞാൽ മതിയെന്ന് ഇവ പറയുന്നതും നീ ആയിരിക്കും അവനിങ്ങനെ ആക്കി മാറ്റിയത്, അവനൊരു ചതിയനാക്കിയതൊക്കെ നീ കാരണമായിരിക്കുന്നു ഗോവിനെ പറയുന്ന ടൈമിൽ ഈവിനും ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ കുറേ ഗ്ലാസ് ഇങ്ങനെ കുടിച്ചിട്ട് ഇപ്പം രണ്ടുപേരും ഈക്വലായി എന്ന് ഇവ പറയുകയാണ്. അപ്പോൾ ഗോവിനെയാണെങ്കിലും അതെ അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല, ഭയങ്കര കെയർലെസ് ആണ്, തന്നെ പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾ അവനൊരിക്കലും മാച്ച് ആകത്തില്ല, കുറേ കഴിഞ്ഞാൽ അവന് ബോറടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈവാണെങ്കിൽ എന്നെ ബോറടിക്കുന്നതാണോ താൻ പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഗോങ്യോങ് ഈവിനെ വിളിക്കുന്നതും ഇവൾ ഫോൺ എടുക്കുന്നില്ല, പിന്നീട് ഗോവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും ലവിൻ്റെ ചിഹ്നമൊക്കെ വെച്ചിട്ടായിരിക്കും. ഇത് കാണുന്ന ഈവിന് ഒരു പുച്ച ചിരിയൊക്കെ വരുന്നുണ്ട്. ഇവനാണെങ്കിലും ഇവർ തമ്മിൽ ഇനി വല്ല തല്ലും വഴക്കായോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് രണ്ടുപേരും ഫിറ്റായി ഇവൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈവാണെങ്കിൽ നിനക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും, അതായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചേലെന്നൊക്കെ ചോദിച്ച് ഇവർ നല്ല ഫിറ്റായിരിക്കും. ഗോവിനെയാണെങ്കിൽ എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞ് ബെഡിൽ കിടക്കുമ്പോൾ ഈവും കൂടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്തേ ചെയ്യുന്നത്, വീട്ടിലേക്ക് പോകണ്ടേ, നമ്മൾ 3 പേര് ഇവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് പറ്റില്ല എന്നുണ്ടെങ്കിൽ താൻ പൊക്കോ എന്ന് ഈവ് അവിടെ പറയുന്നതും ഗോവിനെയാണെങ്കിൽ തണുത്തിട്ട് വയ്യാന്ന് പറയുമ്പോൾ ഇവൻ ബ്ലാങ്കറ്റ് കൊടുക്കുന്നതും ഇവളാണെങ്കിൽ നല്ല സുഖം എന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്നങ്ങ് കിടക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഡൊണാലി ആണെങ്കിൽ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവൾ എന്തേ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുന്നതും മിനാലി ആ ടൈമിൽ കങ്സുവിൻ്റെ ഹോട്ടലിൽ സെങ്ജുൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ. അതായത് ഇവർ തമ്മിൽ സെറ്റായിട്ടുണ്ടായിരിക്കും. എണീക്കുന്ന ടൈമിൽ രണ്ടുപേർക്കും ഒരു ചളുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവർ കുളിച്ച് റെഡിയായി വരുമ്പോൾ നേരെ കങ്സുവിനെ കാണുന്നുണ്ട്. ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നതും സെങ്ജുനാണെങ്കിലും അത് പിന്നെ ഞങ്ങളിവിടെ ജസ്റ്റ് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ കങ്സു ആണെങ്കിൽ നിങ്ങളിവിടെ റൂം എടുക്കുക ഫുഡ് കഴിക്കുക അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, നിങ്ങളിങ്ങനെ നിന്ന് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് ഇവരിയ്ക്കാൻ പോകുന്നതും ഇരിക്കാൻ പറഞ്ഞില്ല എന്ന് കങ്സു പറയുമ്പോൾ ഇവരങ്ങ് സ്റ്റക്കായി പോകുന്നുണ്ട്. മിനാലി ആണെങ്കിലും അപ്പം തന്നെ മുട്ടുകുത്തി ഇരുന്നിട്ട് ക്ഷമിക്കണം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, അത് പിന്നെ അവൻ പറഞ്ഞ് ഈ വലിയ കടലിൽ ഒരു ചെറിയ വെള്ളം ഒഴിക്കുന്നത് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണെന്നൊക്കെ തോന്നിയെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന കങ്സു ആണെങ്കിൽ ആര് പറഞ്ഞു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും സെങ്ജുനെ നോക്കുമ്പോൾ സെങ്ജുനാണോ പറഞ്ഞതെന്ന് ചോദിക്കുന്ന കങ്സുവിനോട് ഞാനല്ല എന്ന് സെങ്ജുൻ പറയുമ്പോൾ പിന്നെ സാൻഡി ആണോ എന്ന് ഇവൻ ചോദിക്കുന്നതും അത് പിന്നെ ശരിക്കും ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് ഞങ്ങൾ കരുതിയിരിക്കുന്നത്, ഞങ്ങളിത് എടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന തലേ ദിവസം ബെഡിൻ്റെ അവിടെ കൊണ്ട് വെച്ചിരുന്നു, പക്ഷെ അത് എങ്ങനെ മിസ്സായി പോയെന്ന് അറിയില്ല, കറക്റ്റ് അത് ഗോങ്യോങ്ങിൻ്റെ കയ്യിൽ വീണ്ടും കിട്ടി, ഒരു അത്ഭുതമല്ലേ, അങ്ങനെ തിരിച്ച് ഞങ്ങൾക്ക് തന്ന ടൈമിൽ ഇത് ഞങ്ങൾക്ക് വിധിച്ചതാണെന്നൊക്കെ
എന്നൊക്കെ വിചാരിച്ചു പോയി, അങ്ങനെ സംഭവിച്ചതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ കങ്സു ആണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി അവൻ തന്നെയായിരിക്കും, എൻ്റെ കയ്യിലുള്ള എല്ലാം അവൻ തട്ടിയെടുക്കാനാണല്ലോ ശ്രമിക്കുന്നതെന്ന് കങ്സു അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഫിറ്റൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരുന്ന ഗോവിനെയാണെങ്കിൽ ഇവരിങ്ങനെ മുട്ടുകുത്തിയിരുന്ന് ക്ഷമ ചോദിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവൻ എന്താന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു സീനും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അമ്മമാരൊക്കെ ടെൻഷനിലായിരിക്കും കേട്ടോ. എന്നാലും ഗോവിനെ പോലെയുള്ള നല്ല സുന്ദരിയായ മോളുള്ളപ്പോൾ അവൻ എങ്ങനെ തോന്നി ആ പെൺകുട്ടിയോട് ഫീലിങ്സ് തോന്നാന്നൊക്കെ പറഞ്ഞ് ഇവർ വിഷമിക്കുന്ന ടൈമിൽ ആ ഏജൻസിയിലേക്ക് പോയ അമ്മയുണ്ടല്ലോ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അവർ നെയ്ക്കഡായിട്ട് കിടന്നപ്പോൾ അവർ നല്ല ക്ലോസ് ആയെന്ന്. അതിപ്പോൾ ശരിയായെന്ന് പറയുമ്പോൾ അല്ല ഈ നെയ്ക്കഡായെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ എന്ന് ചോദിക്കുന്ന അമ്മമാരോട് അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ ഇപ്പോഴാണോ ഞങ്ങളോട് പറയുന്നതെന്ന് ചോദിക്കുന്നതും പിന്നീട് ഗോങ് യോങ് സ്പേസ് ഏജൻസിയിലേക്ക് വരികയായിരിക്കും. അമ്മമാർ ഇവരെ വിളിക്കുന്നുണ്ട്, അല്ല മോനെ നിൻ്റെ ആ കമാൻഡർ ഉണ്ടല്ലോ ആൾക്കൊരു ട്രീറ്റ് കൊടുക്കാനായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ലൈഫ് രക്ഷിച്ചതല്ലേ, അപ്പോൾ ആ കുട്ടീനെ ഒന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോങ് യോങ്ങിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. അയ്യട അങ്ങനെ ഇപ്പോൾ അവളുടെ നമ്പർ നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറയുന്ന ഗോങ് യോങ്ങിനോട് അമ്മമാരാണെങ്കിൽ പല്ലിറുക്കി പിടിച്ചിട്ട് അല്ല തരത്തില്ല എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ഇല്ല എന്ന് അവിടെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ ചീഫിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരും റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ചീഫാണെങ്കിൽ അല്ല ഈ ഡ്രസ്സൊക്കെ അഴിച്ച് നേക്കഡായിട്ട് കിടന്നത് ഓക്കെ, പക്ഷേ സോക്സ് എന്താ അയക്കാത്തതെന്ന് ഗോങ് യോങ്ങിനോട് ചോദിക്കുമ്പോൾ ഇവനുണ്ടോ പറയാൻ പറ്റുമോ അതിലായിരുന്നു ആ ഒരു മൊറൂല എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ടൈമിൽ ഇടയിൽ കയറുന്ന ഈവാണെങ്കിലോ ഈ ഡ്രസ്സൊക്കെ അഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, പിന്നെ ഈ അത്രയും തണുപ്പിൽ കുനിഞ്ഞിട്ട് വേണ്ടേ സോക്സ് അഴിക്കാൻ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ചീഫ് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഗോങ് യോങ്ങിനോട് താങ്ക്സ് പറയുന്ന ചീഫാണെങ്കിൽ ഇനി എന്തായാലും നമ്മൾ കാണാതിരിക്കട്ടെ, കാണാൻ വലിയ വഴിയൊന്നും ഇല്ലെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഈവനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ചീഫാണെങ്കിലും ഈവ് വരുന്നില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതും ശരിയെന്ന് പറഞ്ഞ് ഗോങ് യോങ് പുറത്തിറങ്ങുന്ന ടൈമിൽ അവിടെയുള്ള എല്ലാവരും ഇവൻ എന്തോ ഒരു കുറ്റവാളിയെ പോലെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ആകെ എന്തോ പോലെ ആകുന്നുണ്ട്. പിന്നീട് ചീഫാണെങ്കിലും ഈവിനോട് അതെ അവനായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അങ്ങ് നിർത്തിയേക്ക്, ഇന്നലെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, അതായത് അവന് മാത്രമേ എന്തൊക്കെ ഫീലിങ്സ് തോന്നിയിട്ടുള്ളൂ, നിനക്കൊരു ഫീലിങ്സും ഇല്ല എന്ന്, എന്തായാലും അതങ്ങനെ തന്നെ മതി എന്ന് പറയുമ്പോൾ ഈവാണെങ്കിൽ ഓക്കെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അല്ല വേറെ ഒന്നും കൊണ്ടല്ല, അറിയാലോ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്, നിന്നെ താഴ്ത്തിറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായി ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളായിട്ട് വഴിയൊന്നും ഒരുക്കേണ്ടല്ലോ, ഞാൻ നിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് അങ്ങ് കയറിയിടപെട്ടു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ചീഫിനോട് ഇല്ല താൻ കറക്റ്റാണ് പറഞ്ഞെന്നൊക്കെ ഈവ് അവിടെ പറയുന്നതും ഗോങ് യോങ്ങിനോട് ആ സ്പെക്സുകാർ ചോദിക്കുന്നുണ്ട്, സ്പേസിൽ സീറോ ഗ്രാവിറ്റിയിൽ ഈ മൗസിനെ മേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ ഒരു ഡോക്ടറൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ സംഭവം ശരിയാണ്, പക്ഷേ ഒരു കള്ളി ഫീമെയിൽ മൗസ് അത് ചെയ്തു എന്ന് പറയുമ്പോൾ എപ്പോൾ എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് സ്പെക്സുകാരി അവിടെ ചോദിക്കുന്ന ടൈമിൽ തന്നെ അങ്ങോട്ട് ഈവും ചീഫും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈവാണെങ്കിൽ നമുക്കാർക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ടൈമിൽ, ആരും ഇല്ലാത്ത ടൈമിലാണ് കള്ളത്തരം ആ മെയിൽ മൗസ് കാണിച്ചത്, മറ്റുള്ളവരാരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആളത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇവർ വേറൊരു കാര്യമാണ് കേട്ടോ അവിടെ മീൻ ചെയ്യുന്നത്. സ്പെക്സുകാരിയാണെങ്കിൽ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇതാലോചിച്ച് ചിരിച്ച് അവിടെ നിന്നും പോകുന്ന ഗോങ് യോങ്ങിനെയാണ് കാണിക്കുന്നത്. പിന്നീട് ചീഫാണെങ്കിൽ പാർക്കിനോടും ഈവിനോടും ഒരുമിച്ചൊരു റിപ്പോർട്ട് എഴുതാൻ പറയുന്നുണ്ട്, ഈ മാറുവിനെ പറ്റിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ പാർക്കാണെങ്കിൽ ഞാൻ എന്തായാലും ഈ മിഷനിൽ ഈവിൻ്റെ കൂടെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അയ്യോയിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചീഫാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നതും സമ്മതിക്കും, എന്തായാലും കുറച്ച് ദിവസത്തേക്കല്ലേ, അവിടുത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നോളാം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഈവിന് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നീട് ഇവർ മാറുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് ചീഫും എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും സീറ്റിലിരിക്കുന്നതും നമ്മൾ ഒരുമിച്ച് പോയ കാര്യം ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചീഫാണെങ്കിൽ ആ ടൈമിൽ തനിക്ക് ശരിക്കും ആരെയായിരുന്നു ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പാർക്ക് ഈ 2 പെൺകുട്ടികളുടെയും ഇടയിലിരുന്ന് അങ്ങ് ഉരുകുകയാണ്. അല്ല അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ഈവാണെങ്കിലും അല്ല ചീഫേ ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വന്നൂടെ, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർത്തെടുക്കാമെന്ന് പറയുമ്പോൾ ചീഫാണെങ്കിലും ശരിയാ ഈ റിപ്പോർട്ടും ഫയൽസും എനിക്ക് ശരിക്കും മടുത്തു, എന്തായാലും ഒന്ന് വരായിരുന്നു, നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുമാത്രമല്ല ഇവരുടെ ഈ കുത്തിയിട്ടുള്ള കളിയാക്കൽ കൂടി ആകുമ്പോൾ പാർക്ക് അങ്ങ് തീർന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഗോങ് യോങ് ആണെങ്കിൽ അമ്മമാരുടെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങോട്ട് വരുന്ന ഈവിനെ കാണുന്നതും താൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗോങ് യോങ്ങിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ വാങ്ങിയിട്ട് ഈവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇത് അമ്മമാരായിരിക്കും കേട്ടോ, ദേ ഇവിടെ നിൽക്കണ്ട വേഗം കയറി എന്ന് പറയുന്ന ടൈമിൽ തന്നെ അങ്ങോട്ട് വരുന്ന അമ്മമാരാണെങ്കിൽ മോളെ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവസാനം ഇവളാണെങ്കിലും അമ്മമാരുടെ മുന്നിൽ അങ്ങ് ചെന്ന് പെടുന്നുണ്ട് കേട്ടോ. ഇവനോടാണെങ്കിൽ നീ പോയിട്ട് ഡ്രിങ്ക്സ് എടുത്ത് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗോങ് യോങ്ങിനോട് നീ കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട ആ കൊച്ചിന് കൊടുക്കേണ്ടേ കൊണ്ടുപോയോ എന്നൊക്കെ പറയുന്നതും അതായത് നൈസായിട്ട് ഇവനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ പോകുന്ന ടൈമിൽ അനാവശ്യമായിട്ടൊന്നും പറയരുതെന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ എന്ത് പറയാന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നൈസായിട്ട് ഗോവിനോട് കാര്യം എടുത്തിടുന്നുണ്ട് കേട്ടോ. മോൾക്ക്
നിങ്ങൾക്ക് അറിയാലോ ഗോവിനായിട്ടുള്ള മാരേജിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് പോയത്. പിന്നെ ഈ ആണുങ്ങളാകുമ്പോൾ കണ്ടതൊക്കെ തോന്നും. ഒരു 10 ദിവസമൊക്കെ ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ആർക്കാണെങ്കിലും വേറെ ആരും കാണുന്നില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് ഒക്കെ തോന്നും. പക്ഷെ മോൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല പഠിപ്പുള്ള കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ്, അതായത് നൈസായിട്ട് ഇവളോടൊന്നുമില്ല ഗോങ്യോങ്ങിനോടെന്നാണ് കേട്ടോ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങോട്ട് വരുന്ന ഗോങ്യോങ്ങിനോടാണെങ്കിലും ഞങ്ങൾ ഈ ഡ്രിങ്ക്സ് എങ്ങനെ കുടിക്കുക, പോയി ഗ്ലാസ് എടുത്തു കൊണ്ടുപോയോ എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഗ്ലാസ് എടുത്തു കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ ടൈമിലും അമ്മമാർ ഇങ്ങനെ ഓരോന്ന് ഇവനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന ഗോങ്യോങ് ആണെങ്കിൽ എന്നെ പറ്റി എന്തെങ്കിലും കുറ്റാണോ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്ത് കുറ്റം, ഞങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് അമ്മമാരവിടെ പറയുന്നതും, അല്ല മോള് വീട്ടുകാരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈവാണെങ്കിൽ അത് പിന്നെ എന്നെ US ആളുകൾ അഡോപ്റ്റ് ചെയ്തതാണ്, അമ്മമാർ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് ടാക്സിയുടെ അവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ കഷ്ടമായി പോയി എന്നൊക്കെ അമ്മമാരവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ അതുകൊണ്ടാണല്ലേ ഈ ക്രിസ്മസ് തനിക്ക് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഈ ന്യൂഡിൽസ് തലയുള്ള അമ്മയുണ്ടല്ലോ, അതായത് ഈ സ്പേസ് ഏജൻസിയിലേക്ക് ഇവൻ്റെ അടുത്തേക്ക് പോയ ആ അമ്മ ആളാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടി ഷോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും തിരിച്ചു പോകുന്ന ടൈമിലാണെങ്കിൽ അതെ നമ്മളിങ്ങനെ കാണുന്നതൊന്നും ശരിയല്ല, അറിയാലോ ചീഫ് അത് എന്നോട് ഇന്നും പറഞ്ഞു, ഇനി അവരെങ്ങാനും ആ എലി ഞാനാണെന്ന് അറിഞ്ഞാൽ എന്നെ കൊല്ലു എന്നൊക്കെ പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ അവർ നിന്നെ പിരിച്ചു വിടുമെന്നാണ് അവിടെ ചോദിക്കുന്നത്. പിന്നീട് ഗോങ്യോങ് അവിടെ ചോദിക്കുന്നുണ്ട്, അതായത് ഈ സ്പേസിൽ മാമൽസ് വരെ ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്തല്ലോ, അപ്പോൾ തനിക്ക് പ്രൗഡായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കിപ്പോൾ ഒന്നും ആലോചിക്കാനേ പറ്റുന്നില്ല, ആ ടൈമിൽ മരിക്കൂ ജീവിക്കൂ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് നടന്നു, ഇപ്പം ആലോചിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ നൈസായിട്ട് സംസാരിക്കുന്ന ക്യൂട്ട് എപ്പിസോഡാണ് കാണിക്കുന്നത്. പിന്നീട് കൺട്രോൾ റൂമിലുള്ള ഇവരാണെങ്കിൽ IOനെ കണക്ട് ചെയ്യുന്നതും ഇവരുടനെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ IO ആണെങ്കിലോ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ IOയും ഉടനെ തന്നെ സ്പേസിലേക്ക് അയക്കുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഗോങ്യോങ്ങിൻ്റെ ആ അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ അമ്മയുടെ മകളെങ്ങാനും ആയിരിക്കുമോ ഈവ്? അങ്ങനെ നെക്സ്റ്റ് ഡേ ഗോങ്യോങ്ങും ഈവും തമ്മിൽ ഡേറ്റിങ്ങിന് പോകുന്നതാണ് കാണിക്കുന്നത്. ഇവർ ഈ സോന അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് തോന്നുന്നു, ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുക അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് ചെല്ലുന്നതും ഇവളാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും അവിടെ. ഗോങ്യോങ് ആണെങ്കിൽ ടോക്കണൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, മെൻസിന് വുമൻസിനൊക്കെ വേറെ സെക്ഷൻ ആയിരിക്കും. ഇതൊക്കെ ചെയ്തു വരുന്ന ഈവിനോട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ ആയിരുന്നു എന്ന് ഇവൾ പറയുന്നത്. പിന്നീട് ഇവർ ബ്രെഡൊക്കെ വിൽക്കുന്നൊരു കടയുടെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടൈമിൽ ഈവാണെങ്കിൽ എന്ത് നല്ല സ്മെല്ലാലെ, അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യും, എനിക്കിപ്പോൾ തോന്നുന്നത് ഈ സ്മെല്ലൊക്കെ അങ്ങ് പിടിച്ച് കൂടെ കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞ് ഇവളിങ്ങ് ചിരിക്കുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ വെറും 10 ദിവസം ഇവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് നന്നായി മടുത്തു, എങ്ങനെയാ ഒരു വർഷം അവിടെ നിൽക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ശീലായി എന്ന് പറയുന്ന ഈവിനോട് നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ, പേടി തോന്നുന്നില്ലേ മരിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ മരിക്കാൻ എന്തിനാ പേടിക്കുന്നത്, ഒരു ദിവസം എന്തായാലും നമ്മൾ മരിച്ചല്ലേ പറ്റൂ, പിന്നെ എനിക്ക് ഒരു കാര്യം നിർബന്ധമായിരുന്നു, ഞാൻ മരിക്കുമ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കണമെന്ന്. ശരിക്കും അന്ന് സ്പേസ് സ്റ്റേഷനിൽ ഞാൻ അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും എന്ന് വേണം പറയാൻ, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ആയിരുന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കിട്ടിയ പോലെയൊക്കെ ആയിരുന്നു അന്ന് ഫീൽ ചെയ്തതെന്ന് പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ എന്നാൽ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം ആദ്യം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചുവെങ്കിലും പിന്നീട് ഒരു പ്രാവശ്യമെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചു വരണം, നമ്മൾ തമ്മിൽ നല്ല ഡേറ്റിംഗ് ഒക്കെ നടത്തണം, കല്യാണം കഴിക്കണം, കുട്ടികളാകണം, കുറേയൊന്നും വേണ്ട, ഒരു 100 വയസ്സ് വരെ അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കണം, അതിന് ഒരു ചാൻസ് എങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ നന്നായിട്ട് വിചാരിച്ചു എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർ നല്ല ഇമോഷണൽ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല എത്ര കുട്ടികൾ വേണമെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഇവൻ പറയുന്നതും അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ക്യൂട്ട് ഡേറ്റിംഗ് സീനൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് കങ്സുവിനാണെങ്കിൽ ഇവർ ഈ ബാങ്കിങ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ കോള് വരുന്നുണ്ട്, അതായത് MZ ഗ്രൂപ്പ് അവരുടെ പ്രൈമറി ബാങ്കിങ്ങിൽ നിന്നും ഇവരെ മാറ്റിയെന്ന്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ചൂടാകുന്ന ടൈമിൽ കങ്സു ആണെങ്കിലും ചെയർമാനെ കാണാൻ വരുന്നതും ആൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തത് വളരെ തരം താഴ്ന്ന പ്രവൃത്തിയായി പോയി, എന്തായാലും ബാങ്കിങ് ഞങ്ങളുടെ തന്നെ ഫസ്റ്റ് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെയർമാനാണെങ്കിൽ നിന്നെയായിട്ടുള്ള എല്ലാ കണക്ഷനും വിട്ടതാണ്, എനിക്ക് തീരെ താല്പര്യമില്ല, ഞാൻ പറഞ്ഞ കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്തു വന്നത് ഗോങ്യോങ് ആണെന്നൊക്കെ പറയുമ്പോൾ കങ്സു ആണെങ്കിലും ഗോങ്യോങ്ങിന് മറ്റൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതും ചെയർമാൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. പിന്നീട് ഗോങ്യോങ്ങിനെ വിളിച്ചു വരുത്തുന്നതും എനിക്ക് നിന്റെ കാര്യത്തിൽ സംശയമില്ല, ഇവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിനെ വിവാഹം കഴിച്ചു തരില്ല എന്ന് മാത്രമല്ല സ്പേസിൽ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രൊജക്റ്റ് അതും നടക്കത്തില്ല, എന്തിന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നീ പുറത്താകും, നീ ഒരു ഡോക്ടറായിട്ട് ഇനി ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചെയർമാൻ ചൂടാകുന്ന ടൈമിൽ ഗോങ്യോങ്ങിൻ്റെ കിളി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല, കാരണം അത്രയ്ക്കാണല്ലോ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ടൈമിൽ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഗോവിനെ കയറി വരുന്നതും. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, അത് മാത്രമല്ല ഈ കങ്സുവിന് ഏത് ടൈം നോക്കിയാലും സ്പേസിലേക്ക് പോകണം, ആ ഫ്രൂട്ട് ഫ്ലൈസിൻ്റെ കാര്യത്തിൽ
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തണം എന്നൊക്കെ വിചാരമുള്ളൂ. നോബൽ പ്രൈസ് മോഹിച്ച് നടക്കുന്ന ആളാണ്. ഈച്ചകളെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ തന്നെ രാത്രി കിടക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ വരാറെന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ മകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് പതുക്കെ പറ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മകളാണെങ്കിലും ഇതുപോലത്തെ ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്, അച്ഛൻ പറ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, എനിക്ക് താല്പര്യമില്ല, ഇവനെ പുറത്താക്കുക, ഇവൻ ഇനി ഇങ്ങോട്ട് കയറ്റി പോകരുതെന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ കങ്സു ആണെങ്കിൽ നാളെയല്ലേ എനിക്കെതിരെയുള്ള വിചാരണ നടക്കുന്നത്, അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം, മായുടെ ശരീരത്തിൽ ഇതുവരെ മുറിവില ഇഞ്ചെക്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഗോങ് യുങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ വേണ്ടാത്ത വലുതും ചെയ്ത എൻ്റെ വിധ അറിയും, ചതിയ എന്നൊക്കെ പറയുമ്പോൾ ചതിയനോ ഞാനാണോ അതോ നീയാണോ ചതിയൻ, നീ എൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അവരെ വെച്ചിട്ട് ഉപയോഗിക്കുകയായിരുന്നില്ല എന്നൊക്കെ ചോദിച്ച ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ഗോങ് യോങ് ആണെങ്കിൽ ഈ ടിക്കറ്റ് അതെങ്ങനെ നിൻ്റെ കയ്യിൽ കിട്ടി, ഇത് ഞാൻ അവർക്ക് കൊടുത്തതല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ടിക്കറ്റ് നീ ആരാ അവർക്ക് കൊടുക്കാനെന്ന് കങ്സു അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങ് വഴക്ക് കൂടുന്ന ടൈമിൽ ഗോങ് യോങ്ങിന് തല കിട്ടുന്നു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്ന് ഇവൾ കങ്സുവിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ചീഫ് ആണെങ്കിൽ പാർക്കിനെയും ഈവിനെയും ആ സ്പെക്സുകാരനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം നാളെയാണ് ഈ കങ്സുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നതും സ്പെക്സുകാരനോട് നമുക്ക് മെയിൻ ഓഫീസിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്നും പോകുന്ന ടൈമിൽ പാർക്കാണെങ്കിൽ ഈവിനോട് നമുക്ക് ഒരുമിച്ചൊന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ എനിക്ക് തീരെ ടൈമില്ല എന്ന് പറയുമ്പോൾ എന്താ എത്ര തിരക്ക്, അവനെ കാണാനാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അറിയാലോ ഞാൻ ഉടനെ തന്നെ സ്പേസിലേക്ക് പോകും, എനിക്കിവിടെ ഈ ഭൂമിയിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ആ ദിവസങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹം, അപ്പോൾ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന പാർക്കിന് ഇച്ചിരി അങ്ങ് കുശുമ്പ് തോന്നുന്നുണ്ട്. ഇവനാണെങ്കിൽ എന്താ നീ അവൻ്റെ കൂടെ കിടന്നു എന്ന് ചോദിക്കുമ്പോൾ ഈവാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അവിടെ വെച്ച് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന പാർക്കിനോട് സംഭവിച്ചു എന്ന് ഇവ പറയുമ്പോൾ ഇവനങ്ങ് ഷോക്കാകുന്നുണ്ട്. പിന്നെ മാമൽസിന് വരെ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഞാനങ്ങ് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ സത്യ പറഞ്ഞെന്ന് പറയുന്ന ഈവിനോട് എനിക്കറിയാം നീ നുണയാ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് ടൈമിലും മൗസ് മെയ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്പെക്സുകാരിയോട് നീ അതിനെപ്പറ്റി പറഞ്ഞേനെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ എല്ലാ റിസർച്ചും ചെയ്യുന്നത്, അപ്പോൾ എനിക്കറിയാം എന്നോട് നുണ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഈവാണെങ്കിൽ അത് കൊള്ളാം, സത്യമാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇത് തന്നെ ഇവൾ ആ എലിയോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതേ ഞങ്ങൾ ചെയ്തു, നിങ്ങളെയൊക്കെ മുന്നേ സ്കോർ ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് പാർക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയായിരിക്കും, ഒരു കാറാണെങ്കിൽ വെള്ളം മൊത്തം ഇവൻ്റെ മേത്തേക്ക് അങ്ങ് തെറിപ്പിക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരിക്കില്ല, ചീഫായിരിക്കും. അപ്പോൾ സ്പെക്സുകാരനാണെങ്കിൽ ചീഫ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് തീരെ ടൈമില്ല, ഒരുപാട് ലേറ്റായി എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ഈവ് പുറത്തിറങ്ങുമ്പോൾ നല്ല മഴയായിരിക്കുമല്ലോ. അപ്പോൾ ഗോങ് യോങ് മെസ്സേജ് അയക്കുന്നുണ്ട് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ അത് കുഴപ്പമില്ല ഞാൻ ഇപ്പം എത്താമെന്ന് പറയുന്നതും ആ മഴയത്ത് ഓടുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. മുന്നേ ഇവൻ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഡേറ്റ് ചെയ്യാനൊക്കെ ആരംഭിച്ച് കഴിഞ്ഞാൽ മഴയത്തൊക്കെ നടക്കണമെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ മഴയത്ത് നടക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ സ്പെക്സുകാരനാണെങ്കിൽ ചീഫിനോട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതും ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ ഇവൾ പറഞ്ഞ് ഇവർ സീബ്ര ലൈൻ്റെ അവിടെ നിൽക്കുന്ന ടൈമിലാണ് ഈവിനെ കാണുന്നത്. ഈവല്ലേ അത് ഫുൾ മഴ നനഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്, ഈ ഒരു അവസ്ഥയിൽ പനി പിടിച്ച് അവൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു പറയുന്ന ടൈമിലാണ് കൊടയുമായിട്ട് ഗോങ് യോങ് വരുന്നതും ഇവർ ഹഗ് ചെയ്ത് പോകുന്നതൊക്കെ കാണുന്നത്. ഇവനാണെങ്കിലും മൊത്തം നനഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അല്ല നിന്റെ കഴുത്തിനെന്തു പറ്റി, ആരെ ഈ കുത്തിന് പിടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അല്ല പണ്ടത്തെ കമാൻഡർ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഗോങ് യോങ്ങിനോട് എന്നെ ഒരിക്കലും ഇനി രക്ഷിക്കത്തില്ല, ഞാനൊരു മർഡറർ ആണെന്നൊക്കെ നീ അന്ന് വിളിച്ചത്, അത് ഞാൻ മറന്നിട്ടില്ല എന്ന് ഇവ പറയുന്നതും അങ്ങനെ ഇവർ ചിരിച്ച് കളിച്ചു പോകുന്നതാണ് ഈ ചീഫും സ്പെക്സുകാരനും കാണുന്നത്. എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ചീഫും ഈ സ്പെക്സുകാരനും ഏജൻസിയിലേക്ക് വരുന്നതും അതിനുശേഷം ഇവരുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ സൂം ചെയ്യുമ്പോൾ ഒരു ഇൻക്യുബേറ്റർ ചീഫ് അവിടെ കാണുന്നുണ്ട്. ഇതെന്തോ ഒരു ഇൻക്യുബേറ്റർ എന്ന് ചോദിക്കുന്നതും സിസ്റ്റത്തിൽ നോക്കുന്ന ടൈമിൽ അതിൽ ഒരു ഇൻക്യുബേറ്റർ ഓൺ ആണെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ക്യാമറയൊക്കെ ഓഫാക്കിയത് കൊണ്ട് തന്നെ ഇവരത് മുന്നേ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാലും ഇൻക്യുബേറ്റർ എന്തിനായിരിക്കും ഓണാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നതും ചീഫാണെങ്കിലും എന്തോ കാര്യമുണ്ട് ക്യാമറാസ് ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ആ മൊഡ്യൂളിലേക്ക് കങ്സും ടൂറിസ്റ്റും മാത്രമേ പോയിട്ടുള്ളൂ. ഇതൊക്കെ കാണുന്ന ഇവരാണെങ്കിൽ ഇവർ തമ്മിൽ എന്തായിരിക്കും ഇനി ഇവരെങ്ങാനെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നതും പിന്നീട് കങ്സുവിനെ വിളിക്കുന്നുണ്ട്, അതുപോലെ ഓഫീസിലേക്ക് ഗോങ് യോങ്ങിനെയും വിളിക്കുന്നുണ്ട്. ഓഫീസിലേക്ക് വരുന്ന ഗോങ് യോങ് ആണെങ്കിൽ ഇവരുടെ ഫോട്ടോയാണ് സ്ക്രീനിൽ കാണുന്നത്. ഇത് കണ്ട് ഇവനാകെ അന്തം വിട്ട് നിൽക്കുന്ന ടൈമിൽ ചീഫാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചതിക്കുകയായിരുന്നല്ലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നുണ്ട്. ഗോങ് യോങ്ങിനാണെങ്കിൽ ഇനി എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കങ്സുവിൻ്റെ ഹിയറിംഗ് നടക്കാൻ പോവുകയാണ്. ഓൾറെഡി ഇവൻ പറഞ്ഞിരുന്നു എല്ലാം വിളിച്ചു പറയൂ എന്ന്. ഇനി അങ്ങനെ വിളിച്ചു പറയൂ അതോ ചീഫ് ഇത് പ്രശ്നമാക്കുമോ, ആരൊക്കെ കുടുങ്ങും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.